ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ആസ്വദിച്ചോ? നമ്മള് സബ്ട്രാക്ഷൻ പഠിക്കാൻ പോവാണ്. സബ്ട്രാക്ഷന്റെ ഏത് എക്സസൈസാ പഠിച്ചുകൊണ്ടിരുന്നേ? ഓർക്കുന്നുണ്ടോ? ഏതാണ്? 4.2. സബ്ട്രാക്ഷൻ മനസ്സിലായോ? എല്ലാരും ചെയ്ത് പഠിച്ചായിരുന്നോ? നമ്മൾ എക്സസൈസ് C ആണ് ചെയ്യാൻ പോകുന്നത്. Look here. First one, subtract 8 from 2134. 8 from 2100. How will you subtract this? When we write this, you have to write the biggest number first. 2134. എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വലിയ നമ്പറിൽ നിന്നാണ് മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബിഗസ്റ്റ് നമ്പർ ആദ്യം എഴുതുക. ദെൻ പുട്ട് മൈനസ് സൈൻ. ദെൻ റൈറ്റ് 8. ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ് ഫോം. ഇത് എങ്ങനെ എഴുതും? 8 ഫ്രം 2134 എന്ന് പറഞ്ഞാൽ എന്താണ്? 2134 മൈനസ് 8. ഇങ്ങനെ നോക്കാം. 2134 minus 8. 8 in the ones place. So we write 8 here. 4 minus 8. Can we subtract 8 from 4? No. So regrouping is needed there. Regroup this tens place as 2 tens and 14 ones. 2 tens and 14 ones. Now it is 14 minus 8. What is 14 minus 8? Count. 9, 10, 11, 12, 13, 14. എത്ര കിട്ടി? 6 അല്ലേ? So we write here 6. ഇവിടെ എത്രയുണ്ട്? ഇവിടെ ഏത് നമ്പറാ ഉള്ളത്? 2. So we write. ഇവിടെ എന്തെങ്കിലും മൈനസ് ചെയ്യാനുണ്ടോ? ഇല്ല. So we write 2 directly here. 2 നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇവിടെ 1, 2. So the answer is 2126. Then write down the second question. 99 from 1000. How will you write this? First biggest number first എഴുതുക. 1000 മൈനസ് ഇടുക. Then 99. ഏതാണ് വലിയ നമ്പർ അത് ആദ്യം എഴുതുക. Then smallest number. In the working column, എവിടെ ഇതൊക്കെ എഴുതേണ്ടത്? In the working column. Working column minus 99. Can we subtract 9 from 0? No. So ഇവിടെ regrouping ആവശ്യമാണ് അല്ലെ? ഇത് എന്ത് ചെയ്യണം? ഈ ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് എന്ത് ചെയ്യണം? We have to regroup this 1. 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 100s പ്ലേസിലേക്ക് കൊണ്ടുവന്ന് ഇത് എന്തായി? 10 ആയി. 10ൽ നിന്ന് 1 10നെ 9 hundreds. ഇതിനെ എന്താക്കി? 10 tens ആക്കി. Then again we have to regroup this as 9 tens and 10 ones. 10 minus 9 1. 9 minus 9, any number subtract from that number gives 0. Then 9. ഇവിടെ ഇനി എന്തുണ്ട്? 9. ഇവിടെ ഈ 1 ഉണ്ടോ? ഈ 1 ഇവിടെ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇതിനെ റീഗ്രൂപ്പ് ചെയ്തല്ലേ? So the answer is 901. Then third one. 38 from 1090. 1090 minus
38. ഇന്നല്ലേ എഴുതണ്ടേ? Write down here 1090 minus 38. 8 in ones place, 3 in the tens place. ഇവിടെ 0 ആണ്. Look here the question. Here it is 0 in the ones place. So we have to എന്ത് നമ്മൾ ചെയ്യണം? We have to regroup. Regroup this 9 as 8 tens and 10 ones. On regrouping, what will we get? 10 minus 8 എത്രയാണ്? 10 minus 8. 8 in mind. Count up to 10. 9, 10. എത്രയാണ്? 2 അല്ലേ? 2. Then 8 minus 3 എത്രയാണ്? 8 minus 3. മറന്നുപോയ എല്ലാരും? 8 minus 3. 3 in mind and count up to 8. 4, 5, 6, 7, 8. എത്ര കിട്ടി? 5 കിട്ടിയോ? 5 is the answer. Then ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? മൈനസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. So we write here 0, 1 താഴേക്ക് ഇറക്കി എഴുതി. So the answer is 1052. The answer is 1052. Write down here. That is equal to 1052. Then the next question. Next question. 985 from 1260. 985 from 1260. How will you write this? Yes. ആദ്യമേ വലിയ നമ്പർ ആദ്യം എഴുതണല്ലേ? 1260 മൈനസ് 985. ഇതെങ്ങനെ ചെയ്യും? 1260 മൈനസ് 985. Here 0. 0 ന് 10 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വി ഹാവ് ടു റീഗ്രൂപ്പ് അല്ലെ? റീഗ്രൂപ്പ് ചെയ്യണം. എന്തിനെ റീഗ്രൂപ്പ് ചെയ്യണം? 6നെ റീഗ്രൂപ്പ് ചെയ്ത് 5 tens ആക്കണം, 10 ones ആക്കണം. Look here. 10 minus 5 എത്രയാ? 10 minus 5. Keep 5 in mind. ഏതാണോ മൈനസ് ചെയ്യാനുള്ളത് അതിന് മൈൻഡിൽ വെക്കുക. Keep 5 in mind. Then count up to 10. 6, 7, 8, 9, 10. What is the answer? എത്ര കിട്ടി? 5 അല്ലേ? 5. ഇനി ഇവിടെ നോക്ക്. 5 minus 8. 8നെ 5ൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ടാണ്? 5 ഈസ് 5 ഒരു സ്മോളസ്റ്റ് നമ്പർ ആണ് അല്ലെ? 8 ബിഗ് നമ്പറും 5 സ്മോൾ നമ്പറുമാണ്. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ബിഗ് നമ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? സബ്ട്രാക്ഷൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ റീഗ്രൂപ്പ് ചെയ്ത് 100s and 15 tens ആക്കി. ഇനി പറ്റുമല്ലോ? 15 ആണ് ഇവിടെ. 15 minus 8 എത്രയാണ്? Keep 8 in mind. Count up to 15. 9, 10, 11, 12, 13, 14, 15. എത്ര കിട്ടി? Yes, 7. ഇവിടെ നോക്ക്. 1. Can we subtract 9 from 1? 9നെ 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഏതാണ് വലുത്? സബ്ട്രാക്ട് ചെയ്യാനുള്ള നമ്പറാണ് വലുത്. ഇതെത്രയാണ്? 1 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 റീഗ്രൂപ്പ് ചെയ്ത് ഇവിടെ 0 ആക്കി, ഇവിടെ 1 ആക്കി. അല്ല, 11 minus 9 എത്രയായി? 11 minus 9. 9 in mind. 10, 11. What is the answer? Yes, 2. So the answer is 275.
അപ്പൊ മനസ്സിലായോ? എല്ലാരും മറന്നുപോയല്ലേ? ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുക്കുക, ആൻസർ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. Then next question. ഞാൻ ഇതിനിടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടല്ലോ. Look at the next question. 2470 from 9218. How will you subtract? എങ്ങനെ എഴുതണം? ബിഗസ്റ്റ് നമ്പർ ഫസ്റ്റ് അല്ലേ? 9218 minus 2470. ഇങ്ങനെ എഴുതുക. Then വർക്കിംഗ് കോളം, ഇതിന്റെ നേരെ വർക്കിംഗ് കോളത്തിൽ എഴുത്. 9218 minus 2470. ഇത് എളുപ്പമാണ്. 8 minus 7. 8 വലിയ നമ്പറാണ്, 7 സ്മോൾ നമ്പറാണ്. സോ വി ക്യാൻ ഡയറക്ട്ലി സബ്ട്രാക്ട് 7 from 8. 8 minus 7 എത്രയാണ്? 7 in mind. Then 8 എത്ര കിട്ടി? 1. Then 1 minus 1. ഒരു നമ്പർ 1ൽ നിന്ന് 1 ഉണ്ട്. 1ൽ നിന്ന് ഈ 1 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടി? 0. Then 2 minus 4. Is it possible? ഇല്ല. So we have to regroup this 9 as 8000 and 1200s. കണ്ടോ? 8000 ഉം 1200s ആയിട്ട് നമ്മൾ ഇതിനെ റീഗ്രൂപ്പ് ചെയ്തു. 12 minus 4 എത്രയാണ്? Keep 4 in mind. 5, 6, 7, 8, 9, 10, 11, 12. എത്ര കിട്ടി? കൗണ്ട് ചെയ്തേ. 8 കിട്ടിയോ? That is the correct answer. 8. Then 8 minus 2 എത്രയാ? Keep 2 in mind. Count up to 8. 3, 4, 5, 6, 7, 8. എത്ര കിട്ടി? 6 കിട്ടി എല്ലാവർക്കും. 6 is the correct answer. So the answer is 6801. 6801 is the answer. Then one more question. 3215 from 7142. How will you write this? First we have to write the biggest number. 7142 minus 3250. How will you subtract? Write in the working column. 7142 minus 3250. Subtract ചെയ്തേ വേഗം. 5ൽ നിന്ന് 2ൽ നിന്ന് 2നെ 5നെ 2ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? Can we subtract 5 from 2? No. Here regrouping is needed. എന്ത് ചെയ്യണം? 4നെ 4 10sനെ എന്താക്കണം? 3 10s and 12 1s. 12 minus 5 എത്രയാണ്? വേഗം കണ്ടുപിടിച്ച്. 12 minus 5. Keep 5 in mind. 6, 7, 8, 9, 10, 11, 12. What is answer? 7. Then 3 minus 1. 3 minus 1. Keep 1 in mind. 2, 3. What is answer? Yes, 2 അല്ലേ? നെക്സ്റ്റ് ഇവിടെ നോക്ക്. 1 minus 2. 1 ചെറിയ small number and 2 is the large number. Can we subtract this? Subtract ചെയ്യാൻ പറ്റുമോ? ഇല്ല. So what will we do? What we have to do? This we have to regroup 7000 as 6000 and 1100s.
ഇത് 6000 1100 ഇതിനെ റീഗ്രൂപ്പ് ചെയ്യുക. So 11 minus 2, what is 11 minus 2? Keep 2 in mind. 3, 4, 5, 6, 7, 8, 9, 10, 11. എത്ര കിട്ടി? It is answer 9. Six minus 3, 3 in mind, 4, 5, 6. 3 കിട്ടിയില്ലേ? Write down 3. So 3927 is the answer. Look here, this is homework for you. You have to subtract 348 from 2341. Then how will you write this? എങ്ങനെ എഴുതണം? 348 from 2341 എങ്ങനെ എഴുതും? Greater number first. 2341 minus 348 അല്ലേ? ഇത് കണ്ടുപിടിക്കുക. അറിയാലോ? Then ഇതെങ്ങനെ എഴുതും? 6279 from 8734. Write the biggest number first. 8734 minus 6279. Then next one, 7777 from 8030. Which is the biggest number? This starts from 7. This starts with 8. So which is the biggest number? Yes, this one. 8030 minus 7777. Try to find out the answer. Okay. Next is D. Madutho. All of you stand up. Hands up. Hands down. Sit down. Stand up. Hands up. Hands down. Sit down. Relax again. Okay. Then next, find the difference. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം അല്ലെ? ഫൈൻഡ് ദ ഡിഫറൻസ്. വ്യത്യാസം കണ്ടുപിടിക്കുക. രണ്ട് നമ്പേഴ്സ് വരും, അതിന്റെ വ്യത്യാസം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ തന്നെ. വ്യത്യാസം കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. 3425 and 2888. Look here, 3425 and 2888. For this we have to write the biggest number first. 3425.
minus 2888. Can we subtract this 8 from 5? Can we subtract? No. So what shall we do? We have to regroup. Regroup this two tens as 110 and 15 ones. Now it is easy to subtract that. What is 15 minus 8? 15 minus 8. Keep 8 in mind. Count up to 15. 9, 10, 11, 12, 13, 14, 15. എത്ര കിട്ടി? Yes, 7. ഇവിടെ എത്രയുണ്ട്? ടെൻസിന്റെ പ്ലേസിൽ എത്രയുള്ള? 1. 1ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വാട്ട് ഷുഡ് വി ഡു? ഈ 4 ഹൺഡ്രഡ്സ് പ്ലേസിലുള്ള 4നെ എന്താക്കി റീഗ്രൂപ്പ് ചെയ്യണം? 3 ഹൺഡ്രഡ്സും 11 ടെൻസും ആക്കി റീഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ 11 minus 8. Keep 8 in mind. 9, 10, 11. 3 കിട്ടി? 3 അല്ലേ? 3. Then ഇവിടെ നോക്ക്. 3 is the smallest number and 8 is the biggest number. Can we subtract? ഇല്ല. So regroup ചെയ്യുക അല്ലേ? 1000 പ്ലേസിലുള്ള 3യെ regroup ചെയ്യുക. Regroup this 3000 as 2000 and 1300s. 13 minus 8. കണ്ടുപിടിച്ച് വേഗം. Keep 8 in mind. 9, 10, 11, 12 and 13. 35. So the answer is 537. ഇങ്ങനെ എഴുതണേ. 3425 minus 2888 equal to 537. Then second question. 6470 and 9002. ഇങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കും. 9002 അല്ലേ? 9002 minus 6470. Find out 9002 minus 6470. Can we subtract 7 from 2? No. So what should we do? We have to regroup. ഇവിടെ regroup ചെയ്യാൻ നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ 0 ആണ്. So we have to take this number. 9നെ regroup ചെയ്യുക. 9000നെ regroup ചെയ്ത് എന്താക്കണം? 8000 ആക്കുക. ഇത് 10 hundreds ആക്കുക. Again we have to regroup this 10 hundreds as 9 hundreds and 10 tens. Again we have to regroup this 10 tens as 9 tens and 12 ones. Then 12 minus 7. Keep 7 in mind. 8, 9, 10, 11, 12, 35 അല്ലേ? 9 minus 1. 9 minus 1 എളുപ്പമല്ലേ? 9 minus 1 വേഗം കണ്ടുപിടിച്ച്. കിട്ടിയോ? 8 കിട്ടിയോ? 8 is the correct answer. Then 9 minus 4. Keep 4 in mind. 5, 6, 7, 8. What is the answer? 9 minus 4. 5, 6, 7, 8, 9.
What is the answer? Yes, 5. Then 8 minus 6. 8 minus 6, 2. So the answer is 2585. 2585. Look here, next question. 3085 and 3058. Biggest number ഏതാണ്? 3085. Smallest number 3058. We have to subtract this from this number. Find out the answer. 3085 minus 3058. Can we subtract 8 from 5? 8നെ 5ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യും? റീഗ്രൂപ്പ് ചെയ്യണം അല്ലെ? ഏതിനെ റീഗ്രൂപ്പ് ചെയ്യും? ടെൻസ് പ്ലേസിലുള്ള 8നെ എന്തൊക്കെയാക്കി റീഗ്രൂപ്പ് ചെയ്യും? 8ന് 1 കുറച്ച് എത്രയാണ്? 7 ടെൻസും 7 tens and 15 ones ആക്കി റീഗ്രൂപ്പ് ചെയ്തു അല്ലേ? 15 minus 8 എത്രയാണ്? 15 minus 8 7. Then 7 minus 5. 7 minus 5 വേഗം കണ്ടുപിടിച്ച് എളുപ്പം. 7 minus 5 6 7 30 2 is the answer. So the answer is 27. ഇതാണ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളത്. എളുപ്പമല്ലേ? 3 ഹോംവർക്ക് ആണ്. അത് നിങ്ങൾ തനിയെ ചെയ്യുക. അപ്പൊ എങ്ങനെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ബിഗസ്റ്റ് നമ്പർ, ദെൻ സ്മോളസ്റ്റ് നമ്പർ. എല്ലാരും തനിയെ കണ്ടുപിടിക്കാൻ നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ നിങ്ങൾ തനിയെ ചെയ്യുക. ശരിയാണെന്ന് മാത്രം ചോദിച്ചാൽ മതി. These are the homework. Fourth one, 5531 and 1662. Fifth one, 4061 and 4320. Sixth one, 7004 and 6994. ഇതെങ്ങനെ എഴുതും? ഇത് 5531 minus 1662. സെക്കൻഡ് വൺ എങ്ങനെ എഴുതുക? ഏതാണ് ബിഗസ്റ്റ് നമ്പർ? ദിസ് വൺ അല്ലെ? അപ്പൊ ഇത് മൈനസ് ദിസ് വൺ. ദെൻ ഇവിടെ നോക്ക്, ഏതാണ് വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ? 7004 and 6994. ഏത് നമ്പറാണ് വലുത്? ദിസ് 7000. അപ്പൊ സ്റ്റാർട്ടിംഗ് നമ്പർ നോക്കുക. ദിസ് ഇസ് 7 and this is 6. So this is the biggest number. This minus this one. Find out the answer. Okay. Do the exercise C and D in your notebook. Okay.